ടേസ്റ്റ് ബൈ ലക്ഷ്മിയുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മത്തിക്കറി അല്ലെങ്കിൽ മുളകിട്ട മത്തിക്കറിയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ബൗളിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് ഒഴിച്ചു വെക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്, അത് 2 ചെറിയ പീസാക്കിയിട്ടുള്ളത്. ഇതിനി ഒന്ന് സോക്കായി കിട്ടണം. ആ ടൈമിൽ നമുക്ക് മീൻചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. മീൻചട്ടി നല്ലപോലെ ചൂടായ ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എത്രത്തോളം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നോ അത്രയും നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. ഒന്നെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഇതുപോലെ ചേർക്കാം, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ കുറച്ചുകൂടെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കൊച്ചുള്ളി ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് നിറം മാറി ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയാൽ മതി. അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. കൊച്ചുള്ളി നല്ലപോലെ വഴന്ന ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട, മുളക് പൊടി കരിഞ്ഞു പോവും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി ഇട്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. നമ്മുടെ മീൻകറിക്ക് നല്ല റെഡ് കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഈ കറി നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഗ്രേവി നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം.
മത്തി കഷ്ണങ്ങളെല്ലാം ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നല്ല തിള വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലതുപോലെ നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ചാറൊക്കെ ഒന്ന് പറ്റി വരുന്നിടം വരെ മീൻ കഷ്ണങ്ങൾ അതിൽ കിടന്ന് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് മീൻചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം, അടുക്കി പിടിക്കാതെ. തവിയിട്ട് ഇളക്കല്ലേ, തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോട്ടയം സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.